ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബഷീർ ബാക്കി ഉസ്താദ് അല്ലേ? അതെ. ഇത് അബ്ദുറഹ്മാൻ ഹാജിയാണ് സൗദിയിൽ നിന്ന്. ആര്? ഇത് അബ്ദുറഹ്മാൻ ഹാജിയാണ് സൗദിയിൽ നിന്ന്. പറയൂ ഉസ്താദ്, പിന്നെ ഒരു ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചാണ്. ഇപ്പൊ സംസാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? പറയും. എന്താ പ്രശ്നം? അല്ല ഉസ്താദ്, പ്രശ്നത്തിന്റെ അല്ല. ഇപ്പൊ നമ്മളെ പിന്നെ വിവാദ മുടിയുണ്ടല്ലോ, മർക്കതിലുള്ള വിവാദ മുടിയുമായി ബന്ധപ്പെട്ടിട്ട് ജിഷാൻ മാഹി എന്ന് പറയുന്ന യുവാവ് ബോംബെയിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 സാക്ഷികളിൽ ഒരു സാക്ഷിയാണ് ബഹുമാനപ്പെട്ട ബഷീർ ബാക്കി ഉസ്താദ്. അപ്പൊ ഈ ജിഷാൻ മാഹി പറയുന്നത് ഇന്ന് അദ്ദേഹത്തിന് പലരും വിമർശിക്കുന്നത് അദ്ദേഹത്തിന് ഭ്രാന്താണ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ അവിടെ പോയിട്ടില്ല, അങ്ങനെ അവന് മുടി കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഉസ്താദിന് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഉസ്താദ് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ശരിക്കും ജിഷാൻ അവിടെ വന്നിരുന്നോ? ഉസ്താദിന്റെ അടുത്ത് വന്നിരുന്നോ? ഉസ്താദിന്റെ അടുത്ത്, ബഷീർ ബാക്കി ഉസ്താദിന്റെ അടുത്ത് ജിഷാൻ മാഹി വന്നിരുന്നോ? ജിഷാൻ മാഹിയും അബ്ദുൽ നസീർ അധികാരിയും വന്നിരുന്നോ? ഇത് സംബന്ധമായിട്ട് എനിക്ക് താങ്കൾക്ക് തരാനുള്ള മറുപടി ഒരു 1 വേർഡ് അല്ലെങ്കിൽ 1 സെന്റൻസ് ആൻസറാണ്. നിങ്ങൾ മാത്രമല്ല, കുറെ ആൾക്കാർ ഇപ്പൊ 2 മാസം എല്ലാവരോടും ഇങ്ങോട്ടേക്ക് പറയാനുള്ള ആൻസർ ഒരു 1 സെന്റൻസ് ആൻസറാണ്. അതായത് ആ വിവാദമായ CD ജിഷാൻ മാഹി, അബ്ദുൽ നസീർ അസരി ഉസ്താദും ഞാൻ സാക്ഷിയാണ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഹക്കാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അത് ഞാൻ സാക്ഷിയാണ്. അപ്പൊ ഉസ്താദ്, പിന്നെ അദ്ദേഹത്തിന് അപ്പൊ ഈ 18 മുടികൾ കിട്ടിയതും മറ്റുമൊക്കെ ഇന്ന് അവിടെ പോയിട്ടില്ല, അങ്ങനെ മുടി കിട്ടിയിട്ടില്ല എന്ന് നൗഷാദ് ഹസനും പേരോട് അബ്ദുറഹ്മാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആരെയോ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രത്യേക വിധേയത്തോ കടപ്പാടോ ഉണ്ടാവുന്നല്ല. ഇത്തരം വിവാദ വിഷയങ്ങളിൽ തലയിടാതെ കഴിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇത്രയും പ്രത്യേകത തന്നെ പറഞ്ഞാല് നാളെ പടത്തതിന് മുമ്പ് ഞാനൊരു കള്ളസാക്ഷിക്കാരനായിട്ട് കളവ് പറയുന്ന ആളായിട്ട് ഹാജരാക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും ഉസ്താദ്, പിന്നെ ഉസ്താദ് ഇത്ര പറഞ്ഞതുകൊണ്ട് കണ്ടില്ല എന്നും കണ്ടത് കണ്ടില്ല എന്നും കാണാത്തത് കണ്ടു എന്ന് പറയാമല്ലോ പ്രദീപ് അലൈഹി സാഹസൂർ. ആ ഭാഗം എന്റെ തലി വഹിക്കാൻ വേണ്ടിയിട്ടാണ് ജാമ്യവും മാന്യവുമായ ഒരു ജവാബ് ഞങ്ങൾക്ക് തന്നത്. അതെല്ലാം ഞാൻ മാഹി ആ CD-യില് ബഷീർ വാസ്തവിയും അബ്ദുൽ നസീർ അസരി ഉസ്താദും സാക്ഷിയാണെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഹക്കാണ്, സത്യമാണ്. ഞാൻ അത് സാക്ഷിയാണ്. ഓക്കെ ഉസ്താദ്, പിന്നെ ഇത്ര പറഞ്ഞതുകൊണ്ട് പറയട്ടെ ഉസ്താദ്, ഞാൻ പിന്നെ ഉസ്താദിനെ അറിയോന്നറിയില്ല, ഞാൻ ബൈലക്സ് മെസ്സഞ്ചറിലെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ARCKP എന്നുള്ള ഐഡിയിലുള്ള ആളാണ്. ഉസ്താദ് കേട്ടിട്ടുണ്ടോന്നറിയില്ല. അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ ഞാനൊരു വെറും സാധാരണക്കാരനാണ്. നമ്മളൊക്കെ ഇതിന്റെ പിന്നാലെ കൂടിയത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ അള്ളാഹുവിന്റെ റസൂൽ മുത്തുമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇത്ര വലിയ ഒരു തട്ടിപ്പ് നടത്തുമ്പോ പിന്നെ മഹാനായ കാളമ്പാടി ഉസ്താദ് പോലും പറഞ്ഞത് നിങ്ങളെ പോലെയുള്ള യുവാക്കളാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോ പിന്നെ എല്ലാവർക്കും എല്ലാ ദുരഭിമാനവും വെടിഞ്ഞ് സത്യസത്യമായി മനസ്സിലാക്കാൻ തോന്നി കൊടുക്കട്ടെ. അതെ. അപ്പോ പിന്നെ ഉസ്താദിനെ കുറിച്ച് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഉസ്താദ് പിന്നെ AP വിഭാഗത്തിന്റെ കൂടെ, അതായത് AP അനുഭാവി എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ AP ഉസ്താദിനെയൊക്കെ അംഗീകരിച്ച് പോരുന്ന ഒരാളാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് തെറ്റിപ്പോയെന്നറിയില്ല. അല്ല, അത് പറഞ്ഞാല് ഞാൻ ദർശനമാകുന്ന സമയം മുതൽ എന്റെ നിലപാട് പറഞ്ഞാല് ഗ്രൂപ്പ് നോക്കാതെ സുന്നതമായത്തിന്റെ സാദാത്യങ്ങളെയും ആലിമ്യങ്ങളെയും ബഹുമാനിക്കുക, ആദരിക്കുക, ഈ നിലപാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ വഹാബി മൗദൂദികൾക്കെതിരെ ഏറ്റവും കൂടുതൽ മുഖാമുഖങ്ങളും സംവാദങ്ങളും ഖണ്ഡനങ്ങളും നടത്തുന്ന ഒരു വിഭാഗം ബഹുമാനപ്പെട്ട ഉള്ളാന്റെ വിഭാഗമാണ് എന്ന് തോന്നിയത് കൊണ്ട് ആ വിഭാഗത്തോട് എനിക്കൊരു മതിപ്പ് മാത്രം. പിൽക്കാലത്ത് ആ മതിപ്പ് ആ വിഭാഗത്തോടുള്ള കടുത്ത ശക്തമായ അനുഭാവത്തിലേക്കും അതുപോലെ തന്നെ ബോംബെയിൽ അവർ സംഘടിപ്പിക്കാനുള്ള പരിപാടികൾ വേദികളിലേക്കും സാന്നിധ്യത്തിലേക്കും ജനാവസരങ്ങൾ പ്രാസംഗികൻ എന്ന നിലയിലേക്കും എന്നെ എത്തിച്ചത് ജിഷാൻ മാഹിയാണ്. 10-12 കൊല്ലമായി എന്റെ ബന്ധം തുടരുന്നു, നല്ല ബന്ധം. അപ്പൊ ഉസ്താദ് അവരുടെ വേദികളിൽ പ്രസംഗിക്കുകയും ഉസ്താദ് അവരുടെ വേദികളിൽ ഉസ്താദ് പ്രസംഗിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോ അതുകൊണ്ട് ചർച്ച ചെയ്തല്ലേ അവിടെ ആയിക്കോട്ടെ. മാത്രം ഇറച്ചിരുന്നു അവിടെ. ആയിക്കോട്ടെ.
അപ്പൊ അതിന്റെ കാരണം ഈസാനാണ് അത്രയും അടുക്കാൻ കാരണം 10 വയസ്സായിരുന്നു ആശിക്കാതെ ആഗ്രഹിക്കാതെ വാങ്ങാതെ സുഹൃത്തമായത്തിന് വേണ്ടിയുള്ള യഥാർത്ഥ പ്രവർത്തനം. അതോടൊപ്പം തന്നെ ഇതാണ് സുനിതമായിട്ട് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ്, അതുപോലെ തന്നെ പൊന്മള ഉസ്താദ്, ഇവരെല്ലാം ഖലാസിന്റെയും പാണ്ഡിത്യത്തിന്റെയും ഉദാഹരണങ്ങൾ, അനുഭവങ്ങൾ പലപ്പോഴും ജിസാൻ മാഹി എന്ന് പറഞ്ഞു. അതൊക്കെയാണെന്നത് ഈ ഭാഗത്തോട് എന്നെ അടുത്തത്. പക്ഷെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇപ്പം പിന്നെ വളരെയധികം സുന്നത്തമായിട്ട് പറയുന്ന ഒരാള് ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലക്ക് അതിൽ ഏറ്റവും ശോഭിച്ചിരുന്ന നൗഷാദ് ഹസനി പോലും ഇന്ന് ആ മുടിക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. അവർക്ക് തന്നെ എതിരായിട്ട് നിൽക്കുകയാണ്. അല്ല, അത് ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞ ഇത്ര വിവാദങ്ങളിലും ഞാൻ ഇടപെടാറില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വ്യക്തമായി ഒന്ന ആളാണ്. അല്ല ഉസ്താദ്, ഇപ്പൊ ഉസ്താദ് പിന്നെ അവരെ കുറിച്ച് പിന്നെ ഇതൊക്കെ മനസ്സിലാക്കി ഉസ്താദ് ഇപ്പൊ പറഞ്ഞു ജിഷാൻ മാഹിയുടെ വഴിയിൽ കൂടിയാണ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. ആ ജിഷാൻ മാഹി ഒരു തനി മുനാഫിക്കാണ്, ഒരു നമ്മാമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന് മറുപടി പറയാ? 12 വർഷമായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. 12 വർഷമായിട്ട് ജിഷാൻ മാഹിയായിട്ട് ഉസ്താദ് ബന്ധപ്പെടുന്നുണ്ടോ? നല്ല ബന്ധമാണ്. അതുമായിട്ടുള്ള കുടുംബമായിട്ടുള്ള ബന്ധമുണ്ട്. അങ്ങനെ അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഇനി ആർക്കെങ്കിലും ഉണ്ടായെന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ പേഴ്സണലായിട്ട് ജിഷാൻ മാഹിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തതാണ്. എനിക്കും അത്തരത്തിൽ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് നാട്ടിൽ പോയപ്പോ കണ്ടിരുന്നു. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോ അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. നല്ല ഒരു സാധാരണക്കാരെ കുടുംബം, ഒരു സാധാരണക്കാരൻ സുന്നത്തമായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യുവാവ്. എനിക്കറിയാം കുടുംബത്തിന്. കാരണം ഈ പെരികേശിവ നടക്കുന്ന സമയത്ത് 3 മാസം അവർ 10 പേര് നാട്ടിലേക്ക് അയച്ചില്ല. കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നതാണ്. നമ്മളെ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ഉസ്താദന്മാരാകട്ടെ വയറിന് പോയി കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് വണ്ടിക്കൂലെങ്കിലും എന്ത് ചെയ്യും, വാങ്ങെല്ലാം കൊടുക്കും. അതങ്ങനെ 10 ഉറുപ്പി വീട്ടാൻ ആരെയും വാങ്ങി കഴിക്കാൻ കഴിയും. ഇതെല്ലാം സമയവും സമ്പത്തും ചെലവഴിച്ച് ആളുകളെ തെറിവിളികളും കേട്ട് പ്രവർത്തിച്ചതിന് വേണ്ടിയാ. അത് ഇഖ്ലാസിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഇതേ ഈ വിഷയത്തിൽ തന്നെ, മുടി വിഷയത്തിൽ തന്നെ ആദ്യം തന്നെ ഞാൻ അതിൽ നിന്നും വിട ചൊല്ലിയിട്ട് ഞാൻ സമസ്തയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കെതിരെ കയർക്കുകയും എന്നെ ചീത്ത വിളിക്കുകയും ചെയ്ത, അത്രമാത്രം പിന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് ജിഷാൻ മാഹി. ഞാൻ കുറച്ച് 2 വർഷം അവരുടെ റൂമിൽ പ്രവർത്തിച്ചിരുന്നു. ഈ മുടി വന്നപ്പോ എനിക്കതിന് അന്നേരം സംശയം തോന്നി. കാരണം ഈ ജാലിയവാല കോലവും ഇതൊക്കെ കണ്ടപ്പോഴും പിന്നെ സനത്ത് നെസബയായി മാറിയപ്പോഴൊക്കെ എല്ലാ സംശയം കൊണ്ട് ഞാൻ അപ്പോഴേ മാറിയിട്ട് സംസ്ഥയുടെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴൊക്കെ ജിഷാൻ മാഹി അത് തിരികേശമാണെന്ന് വിശ്വസിക്കുകയും അവരുടെ നേതാക്കൾ വിശ്വസിക്കുകയും എനിക്കെതിരെ ശക്തമായിട്ട് പിന്നെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പ്രവർത്തകനാണ്. ആ സുഹൃത്തിന് ഇന്ന് സത്യം മനസ്സിലായി. വരുമ്പോ മുടക്കിയ ഞാൻ ജിഷാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ മുടക്കിയ ഞാനാദ്യം. കാരണം നമ്മളെ ഉസ്താദന്മാർ, നമ്മൾ ബഹുമാനിക്കുന്ന ഉസ്താദന്മാര്, നമ്മളാത്ത് പഠിച്ച ഉസ്താദന്മാര് തീരുമാനിച്ചൊരു കാര്യം അത് അന്വേഷിച്ച് ശരിയല്ലല്ലോ എന്നൊരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഞാൻ മുടക്കാൻ ശ്രമിക്കാതെ ഞാൻ ഇവിടുന്ന് കണ്ടപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. ഭയങ്കര ചർച്ചയല്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ഉസ്താദ്, അപ്പം ഇതൊക്കെ മനസ്സിലായപ്പോ ഉസ്താദിന്റെ ഒരു നിലപാട്, ഉസ്താദിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? എന്റെ അവസ്ഥ ഈ ആനുകാലിക സംഭവങ്ങൾ അറിയുന്ന ആളാണ് നിങ്ങൾ. അതെ, തീർച്ചയായിട്ടും പറയാനുള്ളതെല്ലാം കേട്ട് കഴിഞ്ഞു. ചിന്തിച്ചെടുക്കാലോ എന്റെ നിലപാടെന്താണ്. എന്നാലും ഉസ്താദിന്റെ നാവ് കൊണ്ടുതന്നെ ഒന്ന് അറിയാൻ വേണ്ടി. കാരണം ഇതിൽ ഇപ്പം വളരെ പ്രശ്നമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉസ്താദ് ഇപ്പം 2 ഭാഗത്തെയും അംഗീകരിച്ച് ഇങ്ങനെ അവരുടെ കൂടെ പ്രവർത്തിച്ച ഒരാള്. പക്ഷെ അതേ സമയത്ത് ബഹുഭൂരിപക്ഷം AP വിഭാഗക്കാർ എന്ന് പറഞ്ഞാൽ 110 AP സുന്നി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അവരിത് തട്ടിപ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും? അവർ ഒന്നെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ദീനിൽ തന്നെ പുറത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തൂലേ? അതാ ഞാൻ പറഞ്ഞത്, എല്ലാ ദുരഭിമാനവും പറഞ്ഞ് എല്ലാവർക്കും ഹക്കായും ബാത്തിലായി മനസ്സിലാക്കി കോപ്പി കൊടുക്കട്ടല്ല. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ തന്നെ ഇല്ല, റിയാദിൽ തന്നെയുള്ള ഒരു വലിയ പണ്ഡിതനുണ്ട്, അൻവർ ഫൽവരി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ ഈ 2-3 വർഷം മുമ്പ് തന്നെ ആദ്യമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ മൂപ്പരോട് ഒരു വലിയ പോലെയുള്ള ആളാണ്. ഞാൻ മൂപ്പരോട് ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞത്, ഇത് AP അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണെങ്കിൽ ഇത് മൂപ്പരുടെ ഒടുക്കത്തെ കളിയായിരിക്കും, ഇത് മുടി APനെയും കൊണ്ടേ പോകൂ എന്നാ പറഞ്ഞത്. ഏകദേശം കാര്യങ്ങൾ ആ നിലയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഞാൻ പറഞ്ഞങ്ങോട്ട് ഞാൻ നോക്കിയത് ഇത്ര വിവാദങ്ങൾ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ ചോദിച്ച ചോദിച്ചു ഞാൻ ജാമ്യം മാനിയ മറുപടി തന്നു കഴിഞ്ഞു. ആയിക്കോട്ടെ, കാര്യം ചർച്ചയായിട്ട് ആഗ്രഹിച്ചു. ആയിക്കോട്ടെ. അപ്പൊ ഉസ്താദ് പിന്നെ അപ്പം ഉസ്താദ് ജിഷാൻ മാഹി
പിന്നെ ജിഷാൻ മാഹി ബോംബെയിൽ വന്നു എന്നുള്ളത് ഹക്കാണ്, ഉസ്താദിനെ കണ്ടു എന്നുള്ളത് ഹക്കാണ്, ജാലിയൻവാലയ്ക്ക് പോയി. ഞാൻ പറഞ്ഞ നിങ്ങളോട് ഞാൻ പച്ച മലയാളത്തില്, അതായത് ജിഷാൻ മാഹി ആ വിവാദ സീഡിയിൽ ഞാനും അബ്ദുൽ നസീർ അതിന് ഉസ്താദും സാക്ഷിയാണെന്ന് പറഞ്ഞ കാര്യങ്ങളുള്ള ഹക്കാണ്, ഞങ്ങൾ സാക്ഷിയാണ്. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. വളരെ സന്തോഷമുണ്ട് ഉസ്താദ്. പിന്നെ ഇൻഷാ അല്ലാഹ് വിളിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.